മോദി ഗ്യാരണ്ടിയും സ്വയം ദൈവം എന്ന വെളിപാടും പ്രചരണത്തിൽ ആവർത്തിച്ച നരേന്ദ്രമോദി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുമ്പിൽ തൊഴുതു കുമ്പിടുന്ന കാഴ്ചയ്ക്ക് രാജ്യം ഇന്ന് സാക്ഷ്യം വഹിച്ചു. NDA സഖ്യകക്ഷികളുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിനെത്തിയ നരേന്ദ്രമോദി സഖ്യകക്ഷികളെ പുകഴ്ത്തി. മോദിയുടെ ഭരണ പാടവത്തെ പ്രശംസിച്ച് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും സർക്കാരിന് പിന്തുണ നൽകി. കിട്ടിയ അവസരത്തിൽ പ്രതിപക്ഷത്തെ വിമർശിക്കാനും നിതീഷ് കുമാർ തയ്യാറായി. NDAയുടെ യോഗത്തിൽ ഐകകണ്ഠ്യേനയാണ് കാര്യങ്ങൾ തീരുമാനിച്ചതെങ്കിലും സഖ്യ സർക്കാരിന് മുന്നിൽ മോദിക്ക് പിടിച്ചു നിൽക്കാനാകുമോ? മോദി വഴങ്ങും. അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി BJP, M പ്രകാശം മാസ്റ്റർ CPIM, KP നൌഷാദ് അലി കോൺഗ്രസ്, ഫക്രുദ്ദീൻ അലി നിരീക്ഷകൻ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം ശ്രീ നാരായണൻ നമ്പൂതിരി, താങ്കൾ കരുതുന്നുണ്ടോ നരേന്ദ്രമോദിക്ക് ഒരു സഖ്യകക്ഷി സർക്കാരിനെ നയിക്കാനാകുമെന്ന്? ഇതിനകം തന്നെ ഒട്ടേറെ ആവശ്യങ്ങൾ TDPയും JDUവും ഉന്നയിച്ചതായി പത്രമാധ്യമങ്ങളിൽ വരുന്നു. എന്താ അത്ര അതിനെക്കുറിച്ചൊരു സംശയത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ലല്ലോ. കാരണം 2004 വരെയുള്ള NDA സർക്കാരിൻ്റെ ഭരണകാലത്ത് BJPയുടെ നേതൃത്വത്തിൽ സംഘടനാ സെക്രട്ടറി എന്നുള്ള നിലയിൽ അതിൻ്റെ മുന്നണി രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയതിലൊരാൾ നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് തന്നെ മുന്നണി സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് ഇപ്പോൾ മുന്നണിയിൽ തളർച്ചയുണ്ടാകും, തകർച്ചയുണ്ടാകും, നരേന്ദ്രമോദിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയല്ല എന്നൊക്കെ പറയുന്ന ചില ദിവാസ്വപ്നങ്ങളാണ്. അതിനപ്പുറത്തേക്ക് അതിനെക്കുറിച്ചൊരു സംശയത്തിൻ്റെ ലെവലേശം പോലുമില്ല. മറ്റേത് രാഷ്ട്രീയ മുന്നണിയേക്കാളും വ്യത്യസ്തമായി ഈ മുന്നണി 100% ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ ഇന്ന് പറഞ്ഞതാണ്, BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പേര് അന്നും NDA എന്നാണ്, ഇന്നും NDA എന്നാണ്, നാളെയും NDA യുമാണ്. 2 പ്രാവശ്യം തോറ്റു കഴിയുമ്പോൾ ഉടനെ എന്നാൽ UPA വേണ്ട, ഇന്ത്യ മതി എന്ന് പറയുന്ന പോലെ മുന്നണിയുടെ പേര് പോലും മാറ്റി മുന്നണി സംവിധാനം പോലും മാറ്റുന്ന സംവിധാനത്തിൻ്റെ ഒന്നും ആവശ്യം ഇത് NDAയിലില്ല. മാത്രമല്ല പരസ്പരം മത്സരിച്ചവരാണല്ലോ. ഒരു സംസ്ഥാനത്ത് മുന്നണി, തൊട്ട സംസ്ഥാനത്തിൽ സഖ്യം, ഒരു മണ്ഡലത്തിന്റെ അതിര് പങ്കെടുക്കുന്ന മറ്റ് സംസ്ഥാനത്ത്, ഇപ്പോൾ പഞ്ചാബിന്റെ അതിര് പങ്കിടുന്ന ഡൽഹിയിൽ ആപ്പിന് വേണ്ടി രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു, ഡൽഹി തൊട്ട് കഴിഞ്ഞുള്ള പഞ്ചാബിൽ ആപ്പിനെതിരെ സംസാരിക്കുന്നു. അങ്ങനെയൊന്നും സംസാരിക്കേണ്ടി വന്നിട്ടില്ല. ഇത് ഈ മുന്നണി ആരംഭകാലം തൊട്ടുള്ള മുന്നണിയാണ്. ചില കക്ഷികൾ അതിൻ്റെ ഒന്ന് പോയിട്ടുണ്ട്, അവർ തിരികെ വന്നിട്ടുണ്ട്. പക്ഷെ മുന്നണി NDA എന്ന മുന്നണി ആസ് എ ഹോൾ അതൊരു പ്രൈഡായി. ദയവായി തുടരുക അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി. ശ്രീ KP നൌഷാദ് അലി, മൂന്നാം മോദി സർക്കാർ ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. തുടർച്ചയായ 15 വർഷമാണ് കയ്യിൽ നിന്ന് അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നത്. നികേഷ്, ഇവിടെ നമ്മുടെ 10 വർഷത്തെ ഭരണം ഇവിടെ 2014 തൊട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു, 2024 വരെ. ഈ 10 വർഷത്തെ ഭരണം മുൻനിർത്തിയിട്ടൊരു തെരഞ്ഞെടുപ്പ് 2024 നടന്നപ്പോൾ ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ പിന്നിട്ട് നിൽക്കുന്നു എന്നൊരു വാർത്ത പ്രേക്ഷകരെ അറിയിക്കാനൊരു ഇടയുണ്ടാവുമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ? അപ്പോൾ അതൊക്കെ സംഭവിച്ച് ഇവിടെ ഈ 10 വർഷം എന്നത് ജനാധിപത്യത്തിൽ ഒരു തരത്തിലുള്ള പ്രീസിഡൻസും ഇല്ലാത്ത ഒരു ക്രൂരത നിറഞ്ഞ ഒരു വന്യമായൊരു ഭരണം കാഴ്ചവെച്ച ആളുകളൊക്കെ ജനാധിപത്യത്തിലേക്ക്, സാധാരണത്വത്തിലേക്ക്, ഇവിടെയുള്ള ഘടകകക്ഷി മര്യാദകളിലേക്കൊക്കെ ഇറങ്ങി വരുന്ന അവരൊക്കെ ദൈവിക പരിവേഷത്തിൽ നിന്ന് വെറും സാധാരണക്കാരായി ഭൂമിയിൽ അവതരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. 15 വർഷം ഇതിനു വേണ്ടി പുറത്തിരിക്കേണ്ടി വന്നുവെങ്കിൽ ഇനി 20ാമത്തെ വർഷം തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റമുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്ന ഒന്നാണല്ലോ ഈ 10ാമത്തെ വർഷം പിന്നിടുമ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിനെ വിലയിരുത്തുമ്പോൾ ഞാൻ നോക്കിക്കാണുന്ന നികേഷ്. അല്ലാതെ 10 വർഷം കഴിഞ്ഞ് ഇനി 15 വർഷം കൂടി പുറത്ത് നിൽക്കണമല്ലോ എന്നുള്ളതിലുപരിയായിട്ട് ഈ 15 വർഷം പിന്നിടുമ്പോൾ ഇതിനൊരു മാറ്റമുണ്ടാകും. ആ മാറ്റത്തിലേക്കുള്ള ശ്രദ്ധേയമായ ചുവടുകൾ ഈ രാജ്യം വെച്ചിരിക്കുന്നു. നമ്മൾ ഈ ചർച്ചയിലേക്ക് ഒരുപാട്
സംസാരിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഇന്ത്യൻ ജനാധിപത്യത്തിന് സവിശേഷമായ ഒരു ആന്തരിക ശക്തിയുണ്ട്. ഈ ഇന്ത്യയിലെ വോട്ടർമാരെയും സാധാരണക്കാരെയും ഒന്നും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അവർ തീർച്ചയായിട്ടും ആ ആന്തരിക ഊർജ്ജവും ശക്തിയൊക്കെ അവർ പ്രകടമാക്കും. ഇത് 5000 ചില്ലാനം വർഷങ്ങളുടെ പാരമ്പര്യമുള്ളൊരു രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ ഗതിവിഗതികളിൽ പല അസഹിഷ്ണുക്കളും ഇടക്കാലത്ത് ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്ന് സ്വാസ്ഥ്യം വീണ്ടെടുക്കുന്ന ഒരു മഹത്തായ പ്രകൃതം ഈ രാജ്യത്തിനുണ്ട് എന്ന് പണ്ഡിറ്റ് നെഹ്റു വീണ്ടും ഭരണഘടനയെ തൊട്ട് തൊഴുതുകൊണ്ടും ഒപ്പം തന്നെ ഭരണഘടനാ നെറുകയിൽ വെച്ചുകൊണ്ടും ഒക്കെ ആയിരുന്നു നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ NDA യോഗത്തിലെ പ്രകടനം. നോക്കൂ, ആ തരത്തിലുള്ള പ്രചരണം ഉണ്ടായിരുന്നല്ലോ. ഭരണഘടന മാറ്റുന്നതിനു വേണ്ടിയാണ് അബ്കി ബാർ 400 പാർ എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. അതൊന്നും അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയും ഒപ്പം തന്നെ ഇപ്പോൾ നിതീഷ് കുമാറിനെ കുറിച്ചൊക്കെ വലിയ സംശയങ്ങൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ തന്നെയും നിതീഷ് കുമാർ പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ ഇവിടെയും ജയിച്ച പ്രതിപക്ഷം ഒരിടത്തും ഉണ്ടാകില്ല എന്നുള്ളതാണ്. മാത്രമല്ല നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തിട്ടുള്ളത് രാജ്യം കണ്ട ഏറ്റവും ശക്തമായിട്ടുള്ള കൂട്ടുകക്ഷി സർക്കാരാണ് എന്നുള്ളതാണ്. മോദി സർക്കാർ എന്ന് ആവർത്തിക്കുകയല്ല ചെയ്യുന്നത്, NDA സർക്കാരിലേക്ക് നരേന്ദ്രമോദി പോയിരിക്കുന്നു. അതുകൊണ്ട് നേരത്തെ അഡ്വക്കേറ്റ് നാരായണ നമ്പൂതിരി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പഴയ മോദി ആയിരിക്കില്ല 3.0 എന്ന ഭരണകാലത്തെ നരേന്ദ്രമോദി. നാനൂറിലേറെ സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കുമെന്നും ഭരിക്കാൻ ദൈവം നേരിട്ടയച്ച പ്രതീതിയാണ് താൻ എന്നെല്ലാമുള്ള വീമ്പ് പറച്ചിലിൽ നിന്ന് എത്ര ഭീകരമായ പതനത്തിലാണ് നരേന്ദ്രമോദി എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ നഖചിത്രമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. 13 വർഷക്കാലം ഗുജറാത്തിലും 10 വർഷക്കാലം ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിലും നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ഭരണം തികച്ചും ഏകപക്ഷീയമായിരുന്നു എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്. ഇവിടെ BJPക്കകത്ത് തന്നെ നരേന്ദ്രമോദി അമിത്ഷാ എന്നതിനപ്പുറം ഏതെങ്കിലും ആളുകളുടെ വാക്കുകൾക്ക് വിലയുണ്ടായതായിട്ട് ഇക്കാലത്ത് നമുക്ക് തോന്നിയിട്ടുണ്ടോ? എന്ന് മാത്രമല്ല, രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത രൂപത്തിൽ രാജ്യത്തിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയ ഘടനയെ തകർക്കാനും പാർലമെൻ്ററി ജനാധിപത്യം, ഫെഡറലിസം, മതനിരപേക്ഷത ഇതിനെയെല്ലാം വെല്ലുവിളിക്കാനും രാജ്യത്തിലെ ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കാനുമുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ 400 സീറ്റുകൾ തനിക്ക് എന്നുള്ള ഒരു വായ്ത്താരിയുമായിട്ട് നരേന്ദ്രമോദി രംഗത്തിറങ്ങിയത്. അദ്ദേഹത്തിന് വന്നിരിക്കുന്ന ഈ പതനം എന്ന് പറഞ്ഞാൽ 282 നിന്ന് 303 അവിടെ നിന്ന് വേണ്ടി 240 കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്തൊരു പാർട്ടിയായിട്ട് BJPക്ക് മാറേണ്ടി വന്നതിൻ്റെ യാഥാർത്ഥ്യം അത് എത്ര ഗൗരവതരമായിട്ടാണ് അദ്ദേഹത്തെ ഇന്ന് അഭിനയിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഈ 76 വർഷക്കാലത്തെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ ഭരണഘടനയെ ഇതുപോലെ വെല്ലുവിളിച്ച മറ്റു പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടോ? ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇതുപോലെ നെറുകെട്ട രൂപത്തിൽ ഉപയോഗിച്ച ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? അവയൊന്നുമല്ല താൻ ഉദ്ദേശിക്കുന്നതെന്ന് ജനങ്ങളെ പഠിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളോട് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. ഇതല്ലേ ഈ പറയുന്നതിൻ്റെ അർത്ഥം? ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരാൾക്ക്, നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിനെ 10 കൊല്ലമായിട്ട് അറിയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ജനാധിപത്യപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു കൂട്ടിയോജിപ്പിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? ഇവിടെ ഇപ്പോൾ ഘടകകക്ഷികളായിട്ട് വന്നിരിക്കുന്ന JDUവും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവും എല്ലാം ചില മൗലികമായ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പറയേണ്ടി വരുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടുകളിൽ നിന്നുകൊണ്ടാണ്. ഇപ്പോൾ സംസ്ഥാനങ്ങളെ ഇതുപോലെ പീഡിപ്പിച്ച മറ്റൊരു ഗവൺമെൻറ് വേറെ ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ തന്നെ സംസ്ഥാനയുടെ പ്രതിപക്ഷത്തെ തകർക്കാൻ ഇത്രയേറെ നിർലജ്ജമായിട്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ടാണ് ആഭ്യന്തരം ഞങ്ങൾക്ക് വേണം, NDA കൺവീനർ സ്ഥാനം ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ സംസ്ഥാനത്ത് പ്രത്യേക പദവി വേണം, ഇന്ന് ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം വേണം എന്ന് പറയാൻ നിർബന്ധിക്കപ്പെടുന്നത് BJPയുടെ മുഖത്തെ കൃത്യമായിട്ട് അറിയുന്നവരാണ്. ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നമുക്കറിയാം, നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡ് മറുകണ്ഠം ചാടിയത്, ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് മറുകണ്ഠം ചാടിയത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട MP-മാരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് എന്നാണ് ആ ഘട്ടത്തിൽ വന്നുള്ള വാർത്ത. നിതീഷ് കുമാർ അതിൻ്റെ കൺവീനറാകാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല. NDA തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്, BJP തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തങ്ങൾക്ക് ജയിക്കണമെങ്കിൽ NDAയിൽ ചേരുന്നതാണ് നല്ലത് എന്നുള്ള
MP-മാരുടെ സമ്മർദ്ദം എന്നതായിരുന്നു. രണ്ട്, TDPയെ സംബന്ധിച്ചിടത്തോളമാണ് അധികാരത്തിൽ നിന്ന് ഏറെക്കാലമായി പിന്നിലാണ്. ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രാദേശിക കക്ഷിയെയും BJPയെയും ഒപ്പം കൂട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പ്രകാശ് മാസ്റ്റർ ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങനെ ഈ നരേന്ദ്രമോദി ആരാണ് അല്ലെങ്കിൽ അമിത്ഷാ ആരാണെന്നറിയാം. അവരിപ്പോൾ നല്ല അവസ്ഥയിൽ നിൽക്കുന്ന രണ്ട് പാർട്ടികളാണ്. ഈ രണ്ട് നേതാക്കൾ പഴയ സ്വഭാവം മാറ്റി അല്ലെങ്കിൽ പഴയ രീതി മാറ്റി ജനാധിപത്യപരമായ രീതി, പണ്ട് വാജ്പേയി എങ്ങനെയാണോ NDA നയിച്ചത് അതുപോലെ നയിക്കും എന്നുള്ള വിശ്വാസം അവർക്കുണ്ടാവുമോ? മാത്രമല്ല, അവരിപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ, ഒന്ന് ഈ ജാതി സംവരണം, അത് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ ജാതി സെൻസസും ജാതി സംവരണം എന്നുള്ളത്. മറ്റൊന്ന് ഈ പട്ടാളക്കാരുടെ വിഷയമാണ്. ഇത് രണ്ടും പ്രതിപക്ഷം ഉന്നയിച്ച വിഷയമാണ്. പ്രതിപക്ഷം ഉന്നയിച്ച വിഷയം ആദ്യ ഭരണകാലഘട്ടത്തിൽ തന്നെ NDAക്ക് BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് നടപ്പിലാക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അതൊരു നാണക്കേടായി മാറില്ലേ? അപ്പോൾ ഈ ഒരു അന്തർ സംഘർഷങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത്? എനിക്ക് ഈ സംഘർഷങ്ങൾ പരിഹരിക്കാൻ മോഡിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ മോഡി കൊണ്ട് BJPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് CNews-നെ കൊടുത്തുള്ള ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. അതിൽ നമ്മൾ പിന്നെ ഈ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി വന്ന സമയത്തുള്ള മോഡി അല്ല കാണാൻ പറ്റുക. സോണിയാഗാന്ധിയൊക്കെ സോണിയാജി എന്നൊക്കെ വിളിച്ച് വളരെ ബഹുമാനത്തോടു കൂടി വളരെ ലോജിക്കലായി സംസാരിക്കുന്ന ഒരു മോഡിയെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷേ നമുക്കൊന്നും കണ്ടുപരിചയമുള്ള മോഡി അതല്ല. ഇതൊക്കെ നമ്മൾ പിന്നെ പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണ് ഈ ഇൻ്റർവ്യൂ ഒക്കെ പിന്നെ കണ്ടിട്ടുള്ളത്. ആ മോഡി എന്ന് വെച്ചാൽ മിയാ മുഷറഫ് എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം വർഗീയ വേഷം വിദ്വേഷമൊക്കെ ചീറ്റുന്ന രീതിയിലാണ് ആദ്യ കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ. ഈ ഇലക്ഷൻ സമയത്തും ഒരു പ്രതിസന്ധി വരുമെന്ന് തോന്നിയ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ പോവുകയും ചെയ്തു. പക്ഷേ ഇത് രണ്ടും അദ്ദേഹത്തിന് വഴങ്ങും എന്നുള്ളതാണ്. ഏതാണോ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഗുണം ചെയ്യുക അത് അദ്ദേഹം എടുക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഈ ആ രീതിയിലുള്ള പരാമർശങ്ങളൊന്നും കാണാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഇത്തവണ ഭരണഘടന കഴിഞ്ഞ ഫസ്റ്റ് തവണ ആദ്യം പ്രധാനമന്ത്രിയായ സമയത്ത് പാർലമെന്റിന്റെ മുന്നിലായിരുന്നു മുട്ടുകുത്തിയത്. ഇത്തവണ ഭരണഘടനയുടെ മുന്നിൽ മുട്ടുകുത്തുന്ന ഒരു മെസ്സേജാണ്. അതുപോലെ ഫെഡറലിസത്തെ പറ്റി സംസാരിക്കുന്നു, NDA സഖ്യം എന്ന് ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ അതിന് മാനസികമായി തന്നെ തയ്യാറെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രണ്ടാമത്തത് നികേഷിൻ്റെ കാര്യത്തിൽ നിതീഷ് കുമാറിൻ്റെ കാര്യത്തിൽ നിതീഷ് കുമാറിന് വേണ്ടത് കൂടുതൽ ഫണ്ടാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വേറെ കാര്യങ്ങൾ, ആ നാടിൻ്റെ വികസനം അങ്ങനെ തൻ്റെ എന്താ പറയുക ജനങ്ങൾ കൊടുത്ത പ്രോമിസ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ഫണ്ട് മുമ്പും പ്രത്യേക പിന്നെ പാക്കേജിലൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. അത് കൂടുതൽ ഫണ്ട് നേടിയെടുക്കുക എന്നുള്ളതായിരിക്കും. പിന്നെ ഈ പറയുന്ന അഗ്നിവീർ, ഈ രണ്ട് പ്രോബ്ലം ഉണ്ട്. അത് പരിഹരിക്കാൻ ശ്രമിക്കുക. അത് എത്ര പെട്ടെന്ന് പരിഹരിക്കപ്പെടും എനിക്ക് തോന്നുന്നു. കാരണം അവിടുത്തെ ആളുകൾ ഈ BJP സഖ്യത്തിനും NDA സഖ്യത്തിനും JDU-വിനൊക്കെ വോട്ട് ചെയ്യുന്നത് ഈ പിന്നെ അഗ്നിവീറൊക്കെ നിലനിൽക്കുന്ന സമയത്ത് തന്നെ. അഗ്നിവീർ മാറ്റുമെന്ന് പറയുന്ന കോൺഗ്രസിനെക്കാട്ടും അവർ പ്രിഫർ ചെയ്തത് ഈ ഒരു സഖ്യത്തെയാണ്. അതുകൊണ്ട് അത് വലിയൊരു തലവേദന ആവും എന്ന് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെ കാര്യത്തിലാണ്. ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ലൈഫ് കിട്ടിയത് തന്നെ BJP ആയിട്ടുള്ള ഒരു സഖ്യത്തിലൂടെയാണ്. മുമ്പ് നമുക്കൊക്കെ അറിയാം 90s-ലൊക്കെ ഇയാൾ കിങ് മേക്കർ കളിച്ച് നടക്കുകയായിരുന്നു. ഒരു കാരണവശാലും BJP തൊടില്ല എന്നൊക്കെ പറഞ്ഞ് അർക്കിഷ സിംഗിൻ്റെ കൂടെയൊക്കെ ഡയലോഗ് അടിച്ച് രാജ്ഗ്രാമം BJP-യിലേക്ക് മാറിയ ആളാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ മാറാനുള്ള ആരോഗ്യമില്ല, പ്രായമായി. മാത്രമല്ല കേസുകളൊക്കെ അവിടെ തന്നെ വേറെ കേസുകളുണ്ട്. പിന്നെ ഇതിനെല്ലാം കർട്ടന് പിന്നിൽ ഡോവൽ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്, ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ചീഫായിരുന്നു. അപ്പോൾ പണ്ടത്തെ പോലെ ഈ ഡോവലിനെ ഒന്ന് മറികടന്നുകൊണ്ട് ആടാൻ ചന്ദ്രബാബു നായിഡുവിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ മുമ്പ് ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കണ്ടിട്ടുള്ള BJPയുടെ അഗ്രന്യ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കണ്ടിട്ടുള്ള നികേഷിനൊക്കെ ഒരുപക്ഷെ കൂടുതൽ പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഡൽഹിയിലൊക്കെ ഉണ്ടായതാണല്ലോ. ആ ഒരു നരേന്ദ്രമോദി ആയിരിക്കും ഇനി പ്രധാനമന്ത്രിയായി നമ്മൾ കാണാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷേ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, അങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ഇനി നടക്കുമോ? അതായത് മുൻകാലങ്ങളിലാണെങ്കിൽ എന്തും സാധിക്കുമായിരുന്നു, കാരണം കേവല ഭൂരിപക്ഷം BJPക്കുണ്ട് എന്നുള്ളതാണ്. പാർട്ടികളെ പിളർത്തുമായിരുന്നു. അതൊക്കെ ഇനിയുള്ള കാലഘട്ടത്തിൽ എളുപ്പമാണോ? എൻ്റെ നികേഷിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് പ്രകാശൻ മാഷും കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിനിധിയൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ. മൊത്തം തകർന്നു, 240 ആയില്ലേ, അത് 400 സീറ്റ് എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ ആ പ്രചരണം ഉണ്ടല്ലോ. രാജീവ് ഗാന്ധി 84-ൽ അധികാരത്തിൽ വരുമ്പോൾ 420 കൂടുതൽ സീറ്റോട് കൂടിയാണ് അന്ന് അധികാരത്തിൽ വരുന്നത്. 89-ലെ തെരഞ്ഞെടുപ്പിൽ ആ 400-ലേറെ സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി 191 സീറ്റിലേക്ക് താഴെ പോയി.
കോൺഗ്രസിന് അതിനുശേഷം 89 തെരഞ്ഞെടുപ്പിന് ശേഷം ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഈ 240 സീറ്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? നരസിംഹറാവു 232 സീറ്റ് 91 തെരഞ്ഞെടുപ്പിൽ കിട്ടി. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിന്റെ സീറ്റ് എണ്ണം നോക്കിയാൽ 200 താഴെയാണ്. പിന്നെ മൻമോഹൻ സിംഗിന്റെ രണ്ടാം ഘട്ടത്തിലാണ്. അല്ല, അഡ്വക്കേറ്റ് നാരായണ നമ്പൂതിരി 1984 മുതലാണല്ലോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ചരിത്രം തുടങ്ങുന്നത്. 1952 മുതലാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ 400 സീറ്റ് ഞങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ 400 സീറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞതാണ്. ഞങ്ങൾക്ക് 240 സീറ്റ് കിട്ടി. അത് 303 സീറ്റ് ഉണ്ടായിരുന്നിടത്താണ് 240 സീറ്റ് കിട്ടിയത്. ഈ ഇന്ത്യ അലയൻസിന്റെ എല്ലാ കക്ഷികളുടെയും കൂടെ എണ്ണം കൂട്ടിയാലും അതിനേക്കാൾ കൂടുതൽ BJPക്ക് ഒറ്റയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് BJP ഏതാണ്ട് മൊത്തം തകർന്നു എന്നൊക്കെയുള്ള ആഗ്രഹം പറയാം, സ്വപ്നങ്ങൾ കാണാം, അതൊക്കെ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് കുഴപ്പമില്ല. അത് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് എന്തോ BJP എവിടെയെങ്കിലും തകർന്നു എന്നോ കോൺഗ്രസ് പൂർണ്ണമായും പുനരുജ്ജീവിപ്പിക്കപ്പെട്ടു എന്നോ ഒന്നും ഇവിടെ ഒരു ചർച്ചാ വിഷയമായിട്ടില്ല. അപ്പൊ സ്വാഭാവികമായി ഞാൻ പറഞ്ഞു വന്നത് അല്ലല്ല, ഈ 400 സീറ്റ് എന്ന് പറഞ്ഞിട്ട് 240 എന്ന് പറഞ്ഞില്ല. ഞങ്ങൾ 400 സീറ്റ് എന്ന് പറഞ്ഞേ ഉള്ളൂ. 400 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിയാണ് 191 5 വർഷം കഴിഞ്ഞപ്പോൾ പതിച്ചത്. ഞങ്ങൾ 10 വർഷം കഴിഞ്ഞപ്പോഴും നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷങ്ങളും ഒരുമിച്ച് കൂടി നിന്ന് എതിർത്തിട്ടും ഞങ്ങൾ 240 സീറ്റിൽ നിന്നു. നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദി പിന്നിൽ പോയി ഒരു ഘട്ടത്തിൽ വാരണാസിയിൽ. സർ, ഈ ഇന്ത്യ ദീർഘനാൾ ഭരിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷങ്ങളും കൂടി ഒന്നിച്ചു നിന്നപ്പോ 77 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ തോറ്റിട്ടുണ്ട്. അതെ, അതുമായിട്ട് താരതമ്യം ചെയ്യുകയായിരുന്നു. ഏതെങ്കിലും ഒരു ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തോറ്റതുപോലെ ചെയ്തത്. ഇവിടെ നൗഷാദ് അലി ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങളൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് വാർത്ത വായിക്കുന്നതിനിടയിൽ പിന്നിൽ പോകുമെന്ന് വിചാരിച്ചിരുന്നോ എന്ന ചോദ്യമാണ്. ആ ചോദ്യം പ്രസക്തമാണെന്ന് താങ്കളുടെ ഉദാഹരണത്തിലൂടെ തന്നെ വ്യക്തമാവുകയും ഞാൻ അത് തന്നെയാണ് ഞാൻ പിന്നിൽ പോകുമായിരുന്നോ എന്ന് വിചാരിച്ചിരുന്നോ എന്ന് ചോദിച്ച നൗഷാദ് അലിയെ ഞാൻ ഓർമ്മിപ്പിച്ചത്. ഒരു കാലത്തും പരാജയപ്പെടില്ല എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരുന്ന ഇന്ത്യൻ ജനത മുഴുവൻ വിശ്വസിച്ചിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് 77 തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടിയത്. കറക്റ്റാണ്. ഇന്ദിരാഗാന്ധി തോക്കുമെന്ന് നരേന്ദ്രമോദി പ്രതിപക്ഷ ഐക്യം പറഞ്ഞെങ്കിൽ പോലും 1.5 ലക്ഷം വോട്ടിന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. നികേഷേ, ഇത് ഈ 9 മണിയുടെ നിങ്ങൾ മാത്രം വരുന്ന ആനപ്പുറത്തിരുന്ന് നടന്ന ചർച്ചയല്ലല്ലോ. ഞാനോ മറ്റാളുകളോ ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ പറയുന്ന ഒന്ന് കേൾക്കാൻ അനുവദിക്കൂ, അല്ലെങ്കിൽ ഒന്ന് പറയാൻ അനുവദിക്കൂ. ശരിയാണ്, തെരഞ്ഞെടുപ്പിൽ ചില തിരിച്ചടികൾ ഉണ്ടാകും, ചില വോട്ട് കുറഞ്ഞെന്ന് വരും. പക്ഷേ ഞങ്ങൾ മത്സരിച്ച് 60 സീറ്റ് കുറഞ്ഞിട്ടുണ്ട്. 240 സീറ്റ് നേടി. ഞങ്ങളുടെ മുന്നണിക്ക് 303 സീറ്റിന്റെ പിന്തുണയുണ്ട് BJP നേതൃത്വം നൽകുന്ന NDAക്ക്. അതുകൊണ്ട് ഈ ഭൂരിപക്ഷത്തെ കുറിച്ചോ അല്ലെങ്കിൽ വരുന്ന സമയത്ത് ഇടയ്ക്ക് ഞാനൊന്ന് ശബ്ദം ഉയർത്തുന്നത് കൊണ്ടോ 9 മണിയെ ചീത്ത വിളിക്കണ്ട. നോക്കൂ, എവിടെയാ 303? ഇപ്പം 303 ആളുകളുടെ പിന്തുണയുണ്ട് സാർ. സ്വതന്ത്രന്മാരടക്കം ചെറു കക്ഷികളടക്കം പിന്തുണച്ചപ്പോൾ ഇന്ന് 303 MP-മാരുടെ പിന്തുണയാണ് ഇന്ന് കൂടുന്ന യോഗത്തിലുള്ളത്. നോക്കാം, ചെക്ക് ചെയ്യാം. അത് 294 ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ എനിക്കായിരിക്കും പിഴവ് പറ്റിയിട്ടുണ്ടാവും. ഒടുവിൽ ആഡ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. രാഷ്ട്രപതിക്ക് കത്ത് കൊടുത്താൽ സ്വതന്ത്ര MP-മാർ പിന്തുണച്ചിട്ടുണ്ട്. 10 ഉണ്ടോ സ്വതന്ത്ര MP-മാര്? അപ്പോ നോക്കാം, മുന്നോട്ട് പോയി. പുറത്തൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഈ 290 കൂടുതലുണ്ടല്ലോ, 292 ഉണ്ടല്ലോ, 294 2 കൂട്ടിക്കോ. ഒരു MP കോൺഗ്രസിൽ ചേർന്നു. ബാക്കി സ്വതന്ത്ര MP-മാർ BJPക്ക് ഈ NDA സഖ്യത്തിന് പിന്തുണ കൊടുത്തു എന്നാണ് ഞാൻ പത്രത്തിലൂടെ വായിച്ചത്. ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടതും 303 എന്നാണ്. എന്തെങ്കിലും അത് അവിടെ നിൽക്കട്ടെ. ഇപ്പം 303 ആണോ 292 ആണോ എന്നുള്ളതിന് പ്രശ്നമല്ലല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ഈ മുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്, വ്യക്തമായ അജണ്ടയുണ്ട്. അതുമാത്രമല്ല, ഈ മാധ്യമങ്ങളിൽ വരുന്നത് പൂർണ്ണമായി വിശ്വസിച്ച് നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞിരിക്കുന്ന അൺകണ്ടീഷണൽ സപ്പോർട്ട് എന്നാണ്.
JDUവിൻ്റെ നേതാവ് നിതീഷ് കുമാർ പറഞ്ഞിരിക്കുന്ന അൺകണ്ടീഷണൽ സപ്പോർട്ട് എന്നാണ്. നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം വിട്ട് BJP ചേർന്നത് വലിയ വിഷയമായി MP-മാർ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. ഈ BJP മുന്നണിയിൽ NDA മുന്നണിയിൽ ഉണ്ടായിരുന്ന NDA മുന്നണിയിൽ നിന്ന് ജയിച്ച് മുഖ്യമന്ത്രിയായ BJPക്ക് കൂടുതൽ സീറ്റ് BJPക്കാണെങ്കിലും ഞങ്ങൾ സെക്കൻഡ് പാർട്ണറായ നിതീഷ് കുമാറിൻ്റെ JDUവിൻ്റെ നേതാവ് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കിയത് ബീഹാറിൽ BJP ഉൾപ്പെടുന്ന മുന്നണിയാണ്, NDA മുന്നണിയാണ്. ആ മുന്നണിയിൽ നിന്ന് പോയ നിതീഷ് കുമാർ ഉണ്ടല്ലോ, ആ നിതീഷ് കുമാറാണ് തിരിച്ചു വന്നത്. ഇപ്പം ഞങ്ങളോടൊപ്പം നിന്ന് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തു. ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ ഞങ്ങളെ വിട്ടുപോയി. പക്ഷെ തിരിച്ച് അതേ നിതീഷ് കുമാർ ഞങ്ങളുടെ കൂടെ വരികയും ഇന്ന് നിതീഷ് കുമാർ എന്താ പറഞ്ഞത്? ഈ ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ട്, നിങ്ങൾ എന്തു ചെയ്യുന്നു എന്തും ചെയ്യൂ എന്നാണ് പറഞ്ഞത്. അൺകണ്ടീഷണൽ സപ്പോർട്ട് നൽകുകയും അതോടൊപ്പം പറഞ്ഞ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കിട്ടിയ തുരുത്തുകളിൽ പോലും പ്രതിപക്ഷം ഉണ്ടാകില്ല. അൺകണ്ടീഷണൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇന്നിപ്പോൾ ചന്ദ്രബാബു നായിഡു പ്രസംഗത്തിൽ തന്നെ ആന്ധ്രാപ്രദേശിന്റെ പ്രത്യേക പദവി മറക്കരുത്, ആന്ധ്രാപ്രദേശിന് വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതിനൊന്നും തർക്കമില്ലെന്നേ. ഈ ഘട്ടത്തിൽ അങ്ങനെ എന്തെല്ലാം വാചകങ്ങൾ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞവര് തൊട്ടടുത്ത ദിവസം രാവിലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സംസ്ഥാനത്തെ മുന്നണി രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. ഏത് ഘടകകക്ഷിയും ആ ഘടകകക്ഷിയുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ എന്താ തെറ്റ്? ഒന്നുമില്ല. പക്ഷേ ജവഹർലാൽ നെഹ്റുവിന്റെ മൂന്നാം ടേം നരേന്ദ്രമോദിക്ക് ഉണ്ടെന്ന് പറയരുത് ദയവായി. നരേന്ദ്രമോദി ഇതാ ഈ മൂന്നാമത്തെ ടേമിൽ അധികാരത്തിലെത്തിയിട്ടുള്ളത് കോalition സർക്കാരാണ്. TDP-യും JDU ഒന്നും ഇല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് അധികാരത്തിലെത്താൻ പറ്റില്ല. അതാണ് പ്രശ്നമെങ്കിൽ ഞങ്ങൾ പറയുന്നില്ല, പറയണ്ട. ഇല്ലല്ലേ? ഈ ജവഹർലാൽ നെഹ്റുവിന്റെ മൂന്നാം ടൈം പോലെ നരേന്ദ്രമോദിക്ക് ഉണ്ട് എന്ന് പറയരുത് എന്നുള്ള പ്രശ്നമാണെങ്കിൽ ഞങ്ങൾ പറയുന്നില്ല, പറയാതിരിക്കാം. അതാണ് പ്രശ്നമെങ്കിൽ. പ്രശ്നം പലർക്കും അതാണ്. ജവഹർലാൽ നെഹ്റു 3-ാം വട്ടം പ്രധാനമന്ത്രി ആയതുപോലെ നരേന്ദ്രമോദിയും ഒരു ചായക്കടക്കാരൻ 3-ാം വട്ടം പ്രധാനമന്ത്രി ആയതാണ് പലർക്കും പൊള്ളുന്നത്, പലർക്കും കൊള്ളുന്നത് എന്നുള്ളത് അറിയാം. അതല്ലല്ലോ വിഷയം. 3-ാം വട്ടം പ്രധാനമന്ത്രിയായി എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. അത് ഒറ്റയ്ക്കാണെങ്കിലും ഭൂരിപക്ഷ സഖ്യത്തിലാണെങ്കിലും മൈനോറിറ്റി സർക്കാരൊന്നും അല്ലല്ലോ. നരസിംഹറാവു നയിച്ചതുപോലെ മൈനോറിറ്റി സർക്കാർ അല്ലല്ലോ. നയിച്ച പോലെ മൈനോറിറ്റി സർക്കാരൊന്നും അല്ല. ഏറ്റവും കരുത്തുള്ള കോalition ഗവൺമെന്റ് എന്നാണ്. അതായത് വാജ്പേയിയുടെ സർക്കാരിനേക്കാൾ കരുത്തുള്ള കോalition സർക്കാരാണ് താൻ നയിക്കുന്നത് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. നൗഷാദ് അലി, മോദി ഘടകകക്ഷികളുമായി ചേർന്നു പോകുമോ എന്നതിനേക്കാൾ പ്രസക്തമായ വിഷയം ഇന്ത്യ ബ്ലോക്ക് ഒന്നിച്ചു പോകുമോ എന്നതാണ് എന്ന് തോന്നുന്നു. നോക്കൂ, ഇന്നിപ്പോൾ 99+1 100 സീറ്റുകൾ കോൺഗ്രസിനുണ്ട്. ഘടകകക്ഷികളെ പിളർത്താൻ പോയാൽ ഒരുപക്ഷെ ചിലപ്പോൾ പണി കിട്ടുമെന്നുള്ളത് കൊണ്ട് കോൺഗ്രസിനെ നാളെ പിളർത്തി BJP-യിൽ ചേർത്തുകൂടാ എന്നില്ല. കാര്യങ്ങൾ എപ്പോഴും ഒരേ രീതിയിൽ മുന്നോട്ട് പോകണമെന്നില്ല. ചിലപ്പോൾ എന്തും സംഭവിക്കാം. ഏത് തരത്തിലും രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറാം. അത് നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും കണ്ടിട്ടുണ്ട്. പ്രതിപക്ഷത്തെ നോക്കൂ, ഈ പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നിരീക്ഷണം 2 പേർക്കും തുല്യ ശക്തി ഏതാണ്ടുണ്ട് എന്നുള്ളതാണ്. അല്പം അംഗങ്ങൾ കൂടുതലാണെങ്കിൽ പോലും പ്രതിപക്ഷ ബെഞ്ചുകൾ ഇനി മിണ്ടാതിരിക്കില്ല എന്ന് നമുക്ക് കാണാം. പക്ഷേ മിണ്ടാതിരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ ബ്ലോക്കിന് കഴിയുമോ? നികേഷിൻ്റെ ചോദ്യം അതൊരു ദോഷൈക ദൃക്കിനെ പോലെ തന്നെ അങ്ങനെയൊന്നും കടത്തി ചോദിക്കേണ്ട കാര്യമില്ല നികേഷ്. കാരണം അങ്ങനെയൊന്നുള്ള ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇവിടെ ഇല്ലല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്തരത്തിലാണ് ഈ 100 അംഗങ്ങളിലേക്ക് കോൺഗ്രസ് എത്തിയത് എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ അംഗങ്ങൾക്കും അറിയാം. അപ്പോൾ അത്തരമൊരു ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തമാവുന്നൊരു ഇടമൊന്നും ഇപ്പോൾ ഇല്ല. ഞാനിതിനകത്ത് നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു അന്തർഗതം എന്താണെന്ന് വെച്ചാൽ, ഈ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയൊക്കെ ഈ 10 വർഷത്തെ പ്രത്യേകതകൾ മുൻനിർത്തിയാണ് നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അവരുടെ ആ പ്രത്യേകതകൾ ഏറ്റവും കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഈ സ്പീക്കർ പദവിക്കൊക്കെ വേണ്ടി TDP തൊട്ട് നിതീഷ് വരെ ഇങ്ങനെ വാശി പിടിക്കുന്നത്. ഭരണഘടനയുടെ 10-ാം ഷെഡ്യൂളൊക്കെ സ്പീക്കർക്ക് നൽകുന്ന സവിശേഷമായ അധികാരങ്ങളെക്കുറിച്ച് അവർക്കറിയാം. അത്തരത്തിൽ ആ പാളയത്തിലാണ് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന നീക്കങ്ങൾക്ക് തടയിടാനുള്ള മുൻകൂർ ചെക്ക്മേറ്റുകളെയൊക്കെ ഇപ്പൊ നേരത്തെ NDA സർക്കാരിന്റെ കാലഘട്ടത്തിൽ TDPക്ക് സ്പീക്കർ പദവി കിട്ടിയിട്ടുണ്ട്. KP നൗഷാദ് അലി,
അല്ല, ഒരു തർക്കമില്ല. ബാലയോഗിയൊക്കെ സ്പീക്കറായിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ BJPയും ജനസംഘവും ഒന്നും അല്ലല്ലോ കഴിഞ്ഞ 10 കൊല്ലം. ഞാൻ പറഞ്ഞില്ല, ഈ ജനസംഘം എന്നൊരു പാർട്ടി ഇന്ദിരാഗാന്ധിയെ നേരിടാൻ മറ്റൊരു പാർട്ടിയിൽ പോയി ലയിച്ചു ചേർന്നിട്ടുണ്ട്, ജനതാ പാർട്ടി ആയിട്ടുണ്ട്. 1980കളുടെ ആദ്യം BJP രൂപവൽക്കരിക്കപ്പെട്ടിട്ട് സോഷ്യലിസവും ലിബറൽ ആശയങ്ങളുമായിരുന്നു ആദ്യത്തെ 6-7 കൊല്ലം അവരുടെ അജണ്ട. 80കളുടെ അവസാനമാണ് രാമജന്മഭൂമിയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അവർ വർഗീയമായി മാറിയത്. ആ പാർട്ടിക്ക് പല ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു. വാജ്പേയി ഇവിടെ മുന്നണി സർക്കാരിനെ നയിച്ചിരുന്നു. സമതയെയും മമതയെയും ലളിതയെയും ഒരേപോലെ കൊണ്ടുപോയ ആളൊക്കെയായിരുന്നു. എന്നാൽ ഈ 10 കൊല്ലമായിട്ട് കണ്ട നരേന്ദ്രമോദിയും അമിത്ഷായും അങ്ങനെയായിരുന്നോ? അവർക്ക് ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് വല്ല വിലയുമുണ്ടായിരുന്നോ? പാർട്ടികളെ പുലർത്തുന്നു, ആളുകളെ പർച്ചേസ് ചെയ്യുന്നു, ബില്ലുകൾ ചർച്ച കൂടാതെ പാസ്സാക്കുന്നു, പ്രതിപക്ഷ MP-മാരെ 140 പേരെ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്യുന്നു, പ്രതിപക്ഷ അംഗങ്ങളെ അയോഗ്യരാക്കുന്നു, അവരെ അപമാനിച്ച് സ്വന്തം വീടുകളിൽ നിന്ന് ഇറക്കി വിടുന്നു, പരസ്യമായിട്ട് ED-യെയും മറ്റ് ഏജൻസികളെയും ആളുകളുടെ വീടുകളിലേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെയുള്ള ഭീഷണികൾ മുഴക്കാൻ മടി കാണിക്കാതിരിക്കുന്നു, സ്വയം ദൈവമാണെന്ന് പറയുന്നു, ചർച്ചയ്ക്ക് പോലും ഒരാളെയും ക്ഷണിക്കുകയോ കാണുകയോ ചെയ്യുന്ന പതിവില്ല, എല്ലാം അമാനുഷിക പരിവേഷത്തിൽ നടത്തുന്നു. മുതിർന്ന സ്ഥാപക നേതാക്കളെ അടക്കം കണ്ടാൽ ഗൗനിക്കാതെ കടന്നുപോകുന്ന വല്ലാത്തൊരു അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിലായിരുന്നില്ലേ അവരൊക്കെ താഴേക്ക് ഇറങ്ങി വന്നിപ്പോ മുന്നണി സങ്കല്പങ്ങളെ കുറിച്ചൊക്കെയാണല്ലോ പറയുന്നത്. മറുപടി പറയാൻ അവസരം തരാം. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ അതൊക്കെ അങ്ങ് പറഞ്ഞോളൂ അങ്ങയുടെ അവസരത്തിൽ. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളാണ് നമ്മൾ ഈ പറഞ്ഞ താരതമ്യത്തിന് നിങ്ങൾ വിധേയമാക്കേണ്ടത്. അവർക്ക് എല്ലാം പറഞ്ഞ് അവരുടെ ഈ കോമ്പല്ലുകളൊക്കെ കൊഴിഞ്ഞുപോയി നികേഷ്. അവരുടെ ദംഷ്ട്രകളൊക്കെ ഇനി പിന്നെ ആ പരിപ്പുകളൊന്നും വേവില്ല. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കില്ല. അത്തരം ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യൻ പാർലമെന്റ് മാറിയിട്ടുള്ളത്. ഇവിടെ എത്ര നിർണായക ബില്ലുകൾ മിനിറ്റുകളുടെ ചർച്ച വെച്ച് ഇവിടെ അവസാനിച്ചു. രാജ്യസഭ കാണിക്കേണ്ടതില്ലാത്ത മണി ബില്ലുകളുടെ പരമ്പര തീർത്ത 10 വർഷമാണ് കഴിഞ്ഞു പോയത്. ജനാധിപത്യപരമായ എന്ത് ചർച്ചകൾക്ക്, എന്ത് സംഭാഷണങ്ങൾക്കും വിനിമയങ്ങൾക്കുമാണ് ഇന്ത്യൻ പാർലമെന്റിൽ പ്രസക്തി ഉണ്ടായിരുന്നത്. ആ കാലമൊക്കെ മാറി പുതിയ കാലം തിരിച്ചു വരികയാണ്. അതിന് ഇടവും വലവും കൂടെ നിൽക്കുന്ന നായിഡുവും നിതീഷും തന്നെ എത്തരത്തിലൊക്കെ വരുംകാല പ്രതിസന്ധികൾ ഇവരുടെ സ്വഭാവം വെച്ചുണ്ടായാൽ ബ്ലോക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചാണ് ഇപ്പോഴേ അവർ ഓരോ ചുവടും മുന്നോട്ട് വെക്കുന്നത്. ഈ പറഞ്ഞ നിതീഷ് കുമാറാണല്ലോ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത്. ആ മുന്നണി ഉണ്ടാക്കാൻ അദ്ദേഹം മെനഞ്ഞെടുത്ത ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ മനുഷ്യന് ഇന്ന് ഒറ്റക്കെട്ടായി നിരുപാധിക പിന്തുണ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ അത് പിന്നെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ മാത്രം വിഡ്ഢികളാണോ BJPക്കകത്തുള്ളത്? അവരെ നമ്മൾ അങ്ങനെ കണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുമോ? നായിഡുവിനെ അവർക്കറിയില്ലേ? ഇവിടെ പവൻ കല്യാൺ അദ്ദേഹത്തിൻ്റെ 2 സീറ്റ് നായിഡുവിൻ്റെ തൊട്ട് പിറകെയുണ്ട്. അങ്ങനെയൊക്കെ ഇതൊരു ആടി ഉലയുന്ന ഭരണമാണ്. നരേന്ദ്രമോദി എന്നയാൾ വാജ്പേയിക്കോ അതിന് താഴേക്കോ സമാനനായി പോയിട്ടില്ല എങ്കിൽ ഈ ഭരണം ഒരിഞ്ചു പോലും മുന്നോട്ട് പോവുകയില്ല. ശരിയാണ്. ഞാൻ അഡ്വക്കേറ്റ് നാരായണ നമ്പൂതിരിയിലേക്ക് വരാം. എം പ്രകാശ് മാസ്റ്റർ, രാജ്ധർമ്മം പാലിക്കണം എന്ന് AB വാജ്പേയി നരേന്ദ്രമോദി എന്ന ഗുജറാത്ത് മുഖ്യമന്ത്രിയോട് പറയുന്നത് നമ്മളെല്ലാം കേട്ടതാണ്. ടെലിവിഷനിൽ കേൾക്കണം എന്ന് വിചാരിച്ചത് തന്നെയാണല്ലോ ടെലിവിഷൻ മൈക്കിന് മുമ്പിൽ AB വാജ്പേയി നരേന്ദ്രമോദി എന്ന ഗുജറാത്ത് മുഖ്യമന്ത്രിയോട് അക്കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അവിടെ അഡ്വക്കേറ്റ് നാരായണ നമ്പൂതിരി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഞാൻ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടമാണത്. 1998 മുതൽ 2004 വരെ 2001 വരെ ഏറ്റവും കുറഞ്ഞത്, അതെ 2001 വരെ അഹമ്മദാബാദിലേക്ക് തിരിക്കുന്നത് വരെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്നു നരേന്ദ്രമോദി. ആ കാലഘട്ടത്തിൽ നേരത്തെ ഫക്രുദ്ദീൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വേറൊരു നരേന്ദ്രമോദിയാണ്. അഹമ്മദാബാദിൽ പ്രത്യേക വിമാനം ഇറങ്ങിയതിന് ശേഷമാണ് നരേന്ദ്രമോദിക്ക് പുതിയ രൂപം കൈവന്നത്. അതൊക്കെ PR ഏജൻസികൾ എന്നൊക്കെ പിന്നീട് നിങ്ങളൊക്കെ കളിയാക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കൂ എം പ്രകാശ് മാസ്റ്റർ, അതുകൊണ്ട് നരേന്ദ്രമോദിയെ ഏതെങ്കിലും തരത്തിൽ കുറച്ച് കാണണ്ട. ഭരണഘടനാപരമായ മാറ്റങ്ങൾക്ക് ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും അംഗസംഖ്യ ഇല്ലാത്തതുകൊണ്ട് സാധിച്ചേക്കില്ല. പക്ഷേ എങ്കിൽ പോലും വരാനിരിക്കുന്ന കാലത്ത് ഞാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നതായി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം NDAയിൽ ഇളക്കങ്ങൾ ഉണ്ടായേക്കാം, ചില കക്ഷികൾ മാറുകയോ തിരിയുകയോ ഒക്കെ ചെയ്തേക്കാം. എങ്കിൽ പോലും കേവല ഭൂരിപക്ഷം നിലനിർത്താനുള്ള കഴിവ് അപ്പുറത്തുണ്ട്. അതൊരു പക്ഷേ ഏത് പാർട്ടിയെയും പിളർത്തിക്കൊണ്ടാകാം. എന്തുകൊണ്ടാണ് പഴയ BJP നേതാക്കന്മാരെക്കാൾ താരതമ്യേന ജൂനിയറായ നരേന്ദ്രമോദി RSSന് സ്വീകാര്യമായത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ RSSകാരനാണ് എന്ന് അഭിമാനപൂർവ്വം കിട്ടാവുന്ന എല്ലാ സമയത്തും പറയുന്ന ഒരാളാണ് നരേന്ദ്രമോദി.
അപ്പോൾ ആ നരേന്ദ്രമോദിയെ നിയോഗിക്കുമ്പോൾ RSSന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ചില വാഗ്ദാനങ്ങളുണ്ട്. അതിൽ ചില വാഗ്ദാനങ്ങൾ ഇതിനകത്ത് നിർവഹിക്കപ്പെട്ടു. ഇപ്പോൾ ജമ്മു കാശ്മീർ പ്രത്യേക പദവി എടുത്തു കളയുന്ന കാര്യം, അതുപോലെ തന്നെ അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്ന കാര്യം, ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ആദ്യ പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം നടപ്പാക്കാൻ വേണ്ടിയാണല്ലോ നരേന്ദ്രമോദി ശ്രമിച്ചത്. ഇപ്പോൾ പക്ഷേ അവർ സ്വീകരിച്ച ഈ വർഗീയ നയത്തിന് അതിലേറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നല്ലോ യു പിക്കകത്തുണ്ടായിട്ടുള്ള തിരിച്ചടി തീർച്ചയായിട്ടും നരേന്ദ്രമോദി ഉൾപ്പെടെ ഗൗരവത്തിൽ എടുക്കേണ്ടി വരുമെന്നുള്ളത് വളരെ വ്യക്തമല്ലേ. നേരത്തെ ഉണ്ടായിരുന്ന നൽകുന്ന എത്ര വലിയ നിലക്കുള്ള പുറകോട്ട് പോക്കാണ്. ഈ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിത്തൊട്ടിലായിരുന്നല്ലോ. അത് അഴിഞ്ഞാടിയൊരു സ്റ്റേറ്റ് ആണല്ലോ UP. അവിടെ നിലവിലുള്ള 62 33 സീറ്റായിട്ട് കുറയുകയും അവിടെ മത്സരിച്ച 12 കേന്ദ്രമന്ത്രിമാരിൽ 7 പേരും തോൽക്കുകയും സ്മൃതി ഇറാനി അടക്കമുള്ള അവരുടെ മുഖങ്ങൾ 1.61 ലക്ഷം വോട്ടിന് പരാജയപ്പെടുകയും പ്രധാനപ്പെട്ട ഒരുപാട് നേതാക്കന്മാർ പരാജയപ്പെടുകയും വാരാണസിയിൽ നരേന്ദ്രമോദി 3.25 ലക്ഷത്തോളം വോട്ടുകൾക്ക് പുറകോട്ട് പോവുകയും ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമുള്ള പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വരികയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പുനരധിവാസം നടത്താൻ നിർബന്ധിക്കപ്പെടുന്ന വസ്തുതയാണ്. പക്ഷേ ഈ പുള്ളിപ്പുലിയുടെ പുള്ളി മായ്ക്കാൻ വേണ്ടി കഴിയില്ല എന്ന് പറഞ്ഞ പോലെ നിലവിലുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് തങ്ങളുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്ന് മുരത്ത വർഗീയവാദികൾ എന്ന നിലക്ക് RSSും അതിൻ്റെ എല്ലാ തിട്ടൂരങ്ങളും അംഗീകരിക്കുന്ന നരേന്ദ്രമോദിയും ശ്രമിക്കുമെന്നുള്ള വളരെ വ്യക്തമാണ്. പക്ഷെ അതിനെ ചെറുക്കാനുള്ള കരുത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഉണ്ടായിരിക്കുന്നു. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറൊക്കെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ലതുപോലെ ചർച്ച ചെയ്തവരാണ്. അവരുടെ പാർട്ടി ഇത്തരം കാര്യങ്ങൾക്കെതിരായിട്ട് നേരത്തെ നിലപാട് സ്വീകരിച്ചവരാണ്. അവരുടെ എല്ലാം പിന്തുണയോടുകൂടി മാത്രമേ അധികാര കസേര നിലനിർത്താനാവൂവെന്നും അതോടൊപ്പം തന്നെ ഏതാണ്ട് തങ്ങളുടെ NDA പോലെ തന്നെ ഇതിനെല്ലാം ചെറുക്കാൻ വേണ്ടി കരുത്തുള്ള ഒരു പ്രതിപക്ഷം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കൂടി പങ്കാളിത്തമുള്ള പ്രതിപക്ഷം, അത് മറുപുറത്തുണ്ട് എന്നുള്ളത് ഒരു കാരണവശാലും പഴയതുപോലെ നീങ്ങാൻ അവർക്കാവില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദിക്കും RSSനും ആഗ്രഹമുണ്ടാവും. പക്ഷേ സാഹചര്യം മാറിയിരിക്കുന്നു. സ്വന്തം ഭരണം തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ട് വരും. മറുപക്ഷത്താവട്ടെ ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാതിരിക്കത്തക്ക നിലയിൽ പാർലമെൻറ്റിനകത്ത് പ്രതിപക്ഷത്തിൻ്റെ കരുത്ത് വർദ്ധിച്ചിരിക്കുന്നു. ജനങ്ങളുടെ അവബോധം കുറെ കൂടി മെച്ചപ്പെട്ടിരിക്കുന്നു. വർഗീയത അഴിഞ്ഞാടിയ UPക്കകത്ത് പോലും ജനങ്ങൾ അതിനനുകൂലമല്ലാതെ തെളിഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മൾ കണ്ടല്ലോ, അയോധ്യയിൽ രാമക്ഷേത്രം പണിഞ്ഞ സ്ഥലത്ത് ഫൈസാബാദ്, അവിടെ നിലവിലുള്ള BJPയുടെ MP 54,000 വോട്ട് പരാജയപ്പെട്ടു. അവർ ചെറിയ കാര്യമല്ല. അയോധ്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ പിന്നോട്ടൊക്കെ പോകേണ്ടി വന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കർഷക സമരം നമ്മൾ കണ്ടല്ലോ, രാജ്യത്തിൻ്റെ ചർച്ച ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ BJPയുടെ ആളുകൾക്ക് ഗ്രാമങ്ങളിൽ പോകാൻ കഴിയാത്ത അവസ്ഥ പോലും ഉണ്ടായി. 4-5 സ്റ്റേറ്റുകളിലെ ഈ BJPയുടെ പിന്നോട്ട് പോക്കിന് പ്രധാന കാരണം കർഷക സമരമാണ്. അപ്പോൾ സമരശക്തി മറുഭാഗത്ത് നിൽക്കുന്നു. BJPക്കെതിരായ ചെറുത്തുനിൽപ്പ് നല്ലപോലെ ശക്തിപ്പെടുന്നു. അപ്പോൾ ഇതിനെല്ലാം ചെറുക്കാനും നരേന്ദ്രമോദിയുടെയും RSSന്റെയും ഈ തെറ്റായ നീക്കങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാനുമുള്ള കരുത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ ഫക്രുദ്ദീൻ അലി. അതായത് പാർലമെന്റ് ആയിരിക്കും ഇനി പ്രധാനപ്പെട്ട ഒരു വേദി. ഈ കഴിഞ്ഞ 10 വർഷക്കാലം പാർലമെന്റിനെ നോക്കുകുത്തിയാക്കി നരേന്ദ്രമോദി എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. അദ്ദേഹം പാർലമെന്റിൽ വരുന്നില്ല, മാത്രമല്ല ബില്ലുകളൊക്കെ തന്നെയും അപ്പം ചുട്ടെടുക്കുന്നത് പോലെ പാസ്സാക്കിയെടുക്കുന്നു, ജുബ്ബയുടെ പോക്കറ്റിൽ നിന്ന് ഭരണഘടനാ ഭേദഗതി എടുക്കുന്നു, ബില്ലുകൾ മണി ബില്ലുകളായി മാറുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല 120 പേരെയൊക്കെ ഒന്നിച്ച് സസ്പെൻഡ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ പാർലമെൻറ്റിൽ കണ്ടതാണല്ലോ. ആ തരത്തിലുള്ള ഒരു ജനാധിപത്യം ഇനി പ്രായോഗികമാകില്ല എന്നുള്ളതാണ് പ്രധാനമായും കാണേണ്ട ഒരു കാര്യം. നോക്കൂ, ഇവിടെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം താങ്കളോടും ആവർത്തിക്കുന്നു. ഏതായിരിക്കും ഏറ്റവും ശക്തമായിട്ടുള്ള കൂട്ടുകെട്ടായി നിൽക്കുക? NDA ആണോ അതോ ഇന്ത്യയാണോ എന്നുള്ളതാണ്. ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോൾ ജയിച്ചു വന്നവർ ഏതാണ്ടെല്ലാം തന്നെയും, അല്ലെങ്കിൽ അവരുടെ പാർട്ടി നേതാക്കളെല്ലാം തന്നെയും നരേന്ദ്രമോദിയാൽ പീഡനമേറ്റിട്ടുള്ളവരാണ്. അവരെ ജയിലിലടക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കേസിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ ഉള്ള കേസ് കൂടുതൽ ശക്തിപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ ബ്ലോക്ക് ആ നിലയിൽ വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടിയാണ് വരുന്നത്. ഇപ്പുറത്താണെങ്കിൽ ഒരു സമീപകാലത്ത് പഴയ NDA അല്ല കേട്ടോ ഇത്, അതുകൂടി പ്രധാനമായും കാണണം. പണ്ട് NDA ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്കറിയാം. അതിൻ്റെ ഒരു ആവർത്തനം എന്ന നിലയിൽ പറയാൻ കഴിയില്ല. അതേ പേരുണ്ടാക്കിയത് മാത്രമേ ചൂണ്ടിക്കാണിക്കാൻ കഴിയൂ. ഇന്ത്യ ബ്ലോക്ക് ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും ഒരു NDA തല്ലിക്കൂട്ടുകയായിരുന്നു ചെയ്ത്. ഭാഗ്യവശാൽ അത് ഇപ്പോൾ ഒരു സർക്കാർ രൂപീകരണത്തിനുള്ള കാരണമാവും. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഏതാണ് കൂടുതൽ ഇൻടാക്റ്റ് ആവുക, ഏറ്റവും ശക്തമായ ഒരു കൺസോൾട്ടേഷനായി നിലനിൽക്കുക? എനിക്ക് തോന്നുന്നു രണ്ടും ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കാൻ, രണ്ടും ശക്തമായിട്ട് നിൽക്കാനാണ് സാധ്യത. കാരണം എന്ന് വെച്ചാൽ
പ്രതീക്ഷിക്കാത്ത ഒരു നേട്ടമാണ് NDA സഖ്യകക്ഷികളായ പ്രധാനമായിട്ടും TDP ആണെങ്കിലും അതേപോലെ തന്നെ JDU-നാണെങ്കിലും ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ശക്തനായ മോഡി ഗവൺമെൻറ് അതിൻ്റെ അതേസമയം തന്നെ ഇവർക്ക് അവരുടേതായ കാര്യങ്ങൾ സാധിച്ചെടുക്കാനും പറ്റും. കാരണം ഇവർ മാന്യമായിട്ട് സാമ്പത്തികമായ ഇവർ ബേസിക് പ്രശ്നം സാമ്പത്തികമായ പാക്കേജാണ്. ഡെലിവർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും. ഇപ്പോൾ നിതീഷ് എന്ന അഴിമതിക്കാരനൊന്നുമല്ല, പിന്നെ പണ്ട് നായിഡുവിനാണ് ചില പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ ആ ഒരു നായിഡുവിന് ആ ഇമേജൊക്കെ മാറ്റണം, എന്തെങ്കിലും കാര്യങ്ങൾ കാര്യമായി ചെയ്യണമെന്നുണ്ട്. കാരണം ആന്ധ്രാപ്രദേശിലൊക്കെ ഇവർ മത്സരിച്ച് വികസനം കൊണ്ടുവരാനുള്ള ശ്രമം 2000 കൂടിയിട്ട് തുടങ്ങിയിരുന്നു. അത് YSRന്റെ കാലം തൊട്ട് തുടങ്ങിയിരുന്നു. അപ്പോൾ അത് ആ രീതിയിൽ അവർക്ക് ഗുണകരമാകുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ NDA സഖ്യത്തിലേക്ക് പോയാലും ഇപ്പോൾ ഈ സഖ്യത്തിൽ കിട്ടുന്ന പ്രാമുഖ്യം കിട്ടണമെന്നില്ല, അതാണ് കാര്യം. കാരണം അതിൽ മമതാ ബാനർജി ഉണ്ട്. അവർക്കൊക്കെ തന്നെ ഈ ലോക്കൽ പോക്കറ്റ് ബാഗോസ് സംരക്ഷിക്കുക, അങ്ങോട്ട് പരമാവധി പദ്ധതികൾ പാക്കേജുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. നേരത്തെ ഇതേ നിതീഷ് കുമാർ തന്നെ മുന്നണി വിട്ടുപോയത് ഗുജറാത്ത് കലാപത്തിന് വേണ്ട രീതിയിലുള്ള പരിഹാരം നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് നരേന്ദ്രമോദി ഭരണഘടനയെ അട്ടിമറിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ ബ്ലോക്ക് രൂപീകരിച്ചിട്ടുള്ളത്. രണ്ടും നരേന്ദ്രമോദിയിൽ നിക്ഷിപ്തമാണ്. ഒന്ന് TDPയുടെ ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയിലാണ് കുറ്റം ആരോപിച്ചിട്ടുള്ളത്, BJP-യിലല്ല. അപ്പോൾ അവർക്ക് വെറും സാമ്പത്തിക ആനുകൂല്യങ്ങളും പാക്കേജുകളും മതി എന്ന് പറയുന്ന നിരീക്ഷണം ശരിയാവുന്നുണ്ടോ അവിടെ? അല്ല അവരെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഒരു മോഡിയായിട്ട് സഖ്യം ഉണ്ടാക്കണ്ടേ. കാലം ഒരുപാട് മാറിപ്പോയല്ലോ, അതല്ലേ പ്രശ്നം. ഇപ്പം നമുക്കറിയാലോ 90s നികേഷൊക്കെ വളരെ സജീവമായിട്ടിരുന്ന ഏറ്റവും വൈബ്രന്റ് ജേർണലിസ്റ്റ് ആയിരുന്ന സമയത്ത് തന്നെയാണ് ഈ പറഞ്ഞ ചന്ദ്രബാബു നായിഡൊക്കെ BJP തൊട്ടാക്കൂടാത്ത പാർട്ടിയായിരുന്നു. ഇയാളൊക്കെ ആയിരുന്നു ഇവിടുത്തെ നേതാവ്. കിഷൻ സൂചിത്തിനെക്കാട്ടും വലിയ വർത്തമാനം പോകുന്നത്. നമ്മളെ പാവ ഇവിടെയുള്ള CPM ഇവനെയൊക്കെ കാണിച്ചുകൊണ്ട് പറഞ്ഞു അതാ ഞങ്ങൾ BJP അകറ്റി നിർത്തും മാറ്റം എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ചു. അടുത്ത ദിവസം ദേശാഭിമാനിക്ക് പ്രത്യേകിച്ച് ഒന്നും എഴുതാൻ പറ്റാത്ത അവസ്ഥ വന്നു. അന്ന് തൊട്ട് ഞാൻ എഴുതി തള്ളിയതാണ് ഈ ചന്ദ്രബാബു നായിഡുവിനെ. ഇവനൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. രണ്ടാമത്തെ കാര്യം, നിതീഷ് അന്ന് നിതീഷും ചന്ദ്രബാബു നായിഡും മോഡിനെ എതിർക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവർക്ക് നിതീഷിനല്ല മുസ്ലിം വോട്ട് ബാങ്ക് കൂടിയുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ മോഡിയെ പറ്റി അത്രയും വലിയൊരു നെഗറ്റീവ് ഇമേജും അതുപോലെ UPA അത് ശക്തമായി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ മോഡി അധികാരത്തിൽ വന്നു, അത് ഒരു സ്ഥിരമായിട്ട് അങ്ങോട്ട് മാറി. അത് സ്ഥിരതയായി മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇമേജ് പതുക്കെ അവരുടെ പ്രയോറിറ്റി ഈ പറയുന്ന ഗുജറാത്ത് കലാപത്തിൽ മറ്റു പലതിലേക്ക് മാറി. ഈ അവസാന ഘട്ടത്തിൽ പിന്നെ NDA വിട്ടുപോകാൻ കാരണം ചിരാഗ് പാസ്വാൻ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് പണി തരും, അതായത് ഞങ്ങൾ BJP-യുടെ എല്ലാ സ്ഥാനാർത്ഥിയെയും ജയിപ്പിക്കും, JDU-ന് ഒറ്റ സ്ഥാനാർത്ഥിയും ജയിപ്പിക്കുന്നില്ല എന്ന് ചിരാഗ് പാസ്വാൻ പറഞ്ഞപ്പോൾ ഇയാൾ പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം നിഷ്പ്രഭനാവും അടുത്ത ഇലക്ഷനിൽ. അതാണ് അങ്ങോട്ട് മാറിയത്. അങ്ങോട്ട് മാറിയ സമയത്ത് BJP-യുടെ ഈ ഒരു ഇൻ്റലിജൻസ് വിങ് പ്രവർത്തിച്ച് അവർക്ക് ചിലപ്പോൾ അവിടെ അടി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം 400 പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അവർ പിന്നാലെ കൂടി തിരിച്ചു കൊണ്ടത്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു കാര്യം. അത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇവരെ സമയം ബേസിക്കലി ഇപ്പോൾ അവർക്ക് വേണ്ടത് ഈ പറയുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള എയ്ഡാണ്. അത് കൊടുക്കാൻ മോഡി ഗവൺമെൻറ് പറ്റും. പിന്നെ മറ്റേ അത് വിചാരിച്ചിട്ട് പണ്ടത്തെ പോലെ ഈ കോൺഗ്രസിന്റെ സഖ്യകക്ഷികളെ കോൺഗ്രസിനെ വളർത്താൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരെ ഉള്ള പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെയും നരേന്ദ്രമോദിയുടെ ഏജൻസികളുടെ താടനം ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പ്രകാശ് മാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പാർലമെന്റ് എന്ന് പറയുന്ന വേദി ഇപ്പോൾ പ്രതിപക്ഷ നേതൃ പദവി ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ എന്താണ്, ഒരു JPC അന്വേഷണം ആവശ്യമാണ് എന്നുള്ളതാണ് ഈ സ്റ്റോക്ക് ക്രമക്കേടിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമരമുഖമായി കോൺഗ്രസ് കാണുന്നത്. അതിന്ന് ഇന്ത്യ ബ്ലോക്ക് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പാർലമെൻറ്റിനെ ആ രീതിയിൽ കൺവേർട്ട് ചെയ്താൽ, മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നല്ലോ, പാർലമെൻ്റ് ആയിരുന്നു പ്രധാനപ്പെട്ട വേദി. പ്രത്യേകിച്ച് കോൺഗ്രസ് സെൻട്രിക് ആയിട്ടുള്ള രാഷ്ട്രീയത്തിൽ താഴേക്കിടയിലുള്ള സമരങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ പാർലമെൻറ്റിൽ ആ സമരം തിരികെ കൊണ്ടുവരാൻ കഴിയുകയാണ് എങ്കിൽ അതിനെ നേരത്തെ ഉള്ള പോലെ വളരെ ഏകാധിപത്യ പ്രവണതയിൽ അടിച്ചൊതുക്കി ആളുകളെ പുറത്താക്കിയൊക്കെ പാർലമെൻറ്റ് നടത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം രണ്ടും ഏതാണ്ട് തുല്യശക്തി. അങ്ങനെ പോയാലാണ് ഞാൻ ചോദിക്കുന്നത്, പാർലമെൻറ്റിൽ നിരന്തരം വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു പ്രധാനമന്ത്രി. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുണ്ട് ശ്രീ ഫക്രുദ്ദീൻ അലി. ആ പ്രതിപക്ഷ നേതാവ് ഷാഡോ ക്യാബിനറ്റിൻ്റെ തലവനാണ്. ആ ഷാഡോ ക്യാബിനറ്റിൻ്റെ തലവൻ അദ്ദേഹത്തിൻ്റെ ലെക്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അനുമതി ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ പുതിയ സാഹചര്യമാണ്. അല്ല, അത് പുതിയ സാഹചര്യം തന്നെ. എന്ന് വെച്ചാൽ ഇപ്പം നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സമയം നിയമസഭ കൂടിയത് ഗുജറാത്തിലാണ്. എനിക്ക് 90 ദിവസം മറ്റാണ് ഒരു വർഷം കൂടിയിരുന്നത്.
അത് പിന്നെ ലോക്സഭയിലാണെങ്കിലും അദ്ദേഹം ദേശീയ തലത്തിലേക്ക് വന്നപ്പോൾ ഇത് തന്നെ സംഭവിച്ചു. പക്ഷേ ഇനി അങ്ങനെ പോകാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു 70s 80s ഉള്ള പോലെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷമായിരിക്കും ഇത്തവണ. അപ്പുറത്ത് അന്ന് ജയപ്രകാശ് നാരായണൻ, ലോഹിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രാഹുൽ ഗാന്ധി പപ്പുവിൽ നിന്ന് ഒരു ഫൈറ്ററായിട്ട് ഹാപ്ലെസ് ഫൈറ്ററായിരുന്നു ഈ ലോക്സഭാ ഇലക്ഷൻ വരെ. അവിടെ നിന്ന് അദ്ദേഹം നല്ലൊരു സ്ട്രോങ് ഫൈറ്ററായിട്ട് ഇപ്പോൾ ഇമേജ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തെ മറ്റ് സഖ്യകക്ഷികളും അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കാരണം അവരെ പൂർണ്ണമായും വൈപ്പ് ഔട്ട് ചെയ്യും, പല രീതിയിൽ വൈപ്പ് ഔട്ട് ചെയ്യും BJP എന്നൊരു പേടിയുണ്ടായിരുന്നു. അതിൻ്റെ ആ പേടിയാണ് ഈ കോൺഗ്രസിനോടുള്ള വിരോധമൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാ പാർട്ടികൾക്ക് മാത്രമേ ഇപ്പോൾ കോൺഗ്രസ് വിരോധമുള്ളൂ. ബാക്കി എല്ലാവരും കോൺഗ്രസിൻ്റെ ഈ വിരോധമൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ കൂടെ പിന്നെ സഖ്യത്തിൽ അണിനിരക്കുകയും കോൺഗ്രസ് ആണെങ്കിലോ പരമാവധി സീറ്റുകൾ വിട്ടുകൊടുത്തുകൊണ്ട് പരമാവധി വിജയം മാത്രമല്ല മറ്റു കക്ഷികളുടെ ലഭിക്കുകയും ചെയ്തു. ആ നിലയിൽ കുറച്ചുകൂടി ഇൻടാക്റ്റ് ആണ്. ഞാൻ വരാം. ഒരു പരാമർശം വന്നപ്പോഴാണ് പ്രതികരിക്കണം എന്ന് തോന്നിയത്. പുള്ളിപ്പുലിയുടെ പുള്ളിമായോ എന്നുള്ളതായിരുന്നു അടിസ്ഥാന ചോദ്യം. ഇതിലെ ഒന്ന്, അദ്ദേഹത്തെ പുള്ളിപ്പുലിയാണ് അല്ലെങ്കിൽ അദ്ദേഹം ഫാസിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണം എത്രയോ നാളായി തുടങ്ങിയതാണ്. ഇപ്പോഴും ഗുജറാത്ത് കലാപം ഈ ചർച്ചയിലും വരുന്നു. സുപ്രീം കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി അദ്ദേഹത്തെയും അമിത്ഷായെയും CBI സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്യുകയും ഉൾപ്പെടെയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കുറ്റവിമുക്തനായ ഒരു കാര്യമാണ്. ഇപ്പോഴും നമ്മൾ ഗുജറാത്ത് കലാപമാണ് എടുത്തു കൊണ്ടുവരുന്നതെങ്കിൽ ഈ ലക്ഷ്യം ഒന്നാണ്. പിന്നെ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞു. ഭരണഘടനയിൽ എന്തെങ്കിലും ഒരു അമെൻമെന്റ് കഴിഞ്ഞ 10 വർഷം കൊണ്ടുവന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു അമെൻമെന്റ് കൊണ്ടുവരാൻ രാജ്യസഭയിലും ലോക്സഭയിലും ഭൂരിപക്ഷം ഉണ്ടായിരുന്ന NDAക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നു? ഒരു തടസ്സവും ഇല്ലായിരുന്നല്ലോ. അങ്ങനെ ഒരു തടസ്സവും ഇല്ലാതിരുന്ന കാലത്തും ഭരണഘടനയിൽ ഒരു മാറ്റവും വരുത്താൻ ശ്രമിച്ചിട്ടില്ലാത്ത, ആലോചിച്ചിട്ടില്ലാത്ത ഒരു മുന്നണിയെക്കുറിച്ച്, ഒരു നേതാവിനെ കുറിച്ചുമാണ് ഭരണഘടന ഇപ്പം മാറ്റും എന്ന് പറഞ്ഞു. ആ മാറ്റും എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിക്കുന്നവരാരാ? ഭരണഘടനയെ അടിച്ച് തകർത്ത് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചവരാ. നികേഷ് ഓർക്കുന്നുണ്ടാവും, ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു പത്രം, ആ പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡ് പിരിച്ചുവിട്ടു. ശ്രീമാൻ AK ആന്റണി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ എഡിറ്റോറിയൽ ബോർഡിൽ വെച്ചത് നികേഷിന്റെ അച്ഛനടക്കമുള്ളവർ ജയിലിൽ പോയി. ഞാൻ അതല്ല പറയുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവൻ ജയിലിൽ ഇട്ടിട്ട് മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിനെ പിരിച്ചുവിടുന്നു. അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചയിലാണോ? അവരാണിപ്പോ ജനാധിപത്യത്തെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നത്. പ്രകാശൻ മാഷൊക്കെ സത്യത്തിൽ ആ പ്രകാശൻ മാഷെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പിരിച്ചുവിട്ടതാരാ? ഇപ്പൊ ഭരണഘടന സംരക്ഷിക്കണം എന്ന് പറഞ്ഞവരാ. ഭരണഘടനയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഒരു പാർട്ടി പ്രസിഡന്റിന്റെ വാക്ക് കേട്ട് മന്ത്രിസഭ പിരിച്ചുവിട്ടതാ തെരഞ്ഞെടുക്കാൻ. അന്ന് മന്ത്രിസഭ പിരിച്ചുവിട്ടപ്പോൾ അതിനെതിരെ പാർലമെന്റിൽ നിലപാട് സ്വീകരിച്ചവരാ ഞങ്ങളുടെ മുൻഗാമികൾ, ജനസംഘത്തിന്റെ നേതാക്കന്മാർ. ദീനദയാൽ ഉപാധ്യായ ഈ ഭരണഘടന അല്ലെങ്കിൽ ഞങ്ങൾ പിരിച്ചുവിട്ടത് ബജറ്റ് പാസ്സാക്കാത്തവർ പിരിച്ചുവിട്ടിട്ടുണ്ട്. സ്പീക്കർ ബജറ്റ് പാസ്സാക്കാൻ ചർച്ച പോലും ചെയ്യാതെ ബജറ്റ് പാസ്സാക്കാതെ വന്നപ്പോൾ ഉത്തരാഖണ്ഡിൽ ഭരണഘടനാ സ്തംഭനം ഉണ്ടായപ്പോൾ സുപ്രീം കോടതി ഭരണഘടനാ സ്തംഭനം ഇല്ലെന്ന് പറയും. സുപ്രീം കോടതിയാണല്ലോ സ്തംഭനം ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത്. ബഡ്ജറ്റ് പോലും പാസ്സാക്കാത്ത ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു സർക്കാർ ബജറ്റ് പോലും പാസ്സാക്കാതിരിക്കുമ്പോൾ പിരിച്ചുവിട്ടിട്ടുണ്ട്. അത് നടപടി ഉണ്ടായിട്ടില്ല. ബജറ്റ് പോലും പാസ്സാക്കാതിരുന്നപ്പോൾ അല്ല, സുപ്രീം കോടതി പറഞ്ഞു, നമ്മൾ അംഗീകരിച്ചല്ലോ. ഞാൻ പറഞ്ഞത് പക്ഷെ ഒരു പ്രത്യേക ചോദ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം താങ്കൾ പറഞ്ഞതുപോലെ അല്ല, 98 മുതൽ 2001 വരെയുള്ള അദ്ദേഹത്തിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കാലഘട്ടമല്ലിത്. 100 തവണ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ട പാർട്ടി കോൺഗ്രസ് പാർട്ടി. ആ കോൺഗ്രസ് പാർട്ടിയാണ് ഇപ്പോൾ ഭരണഘടനയെ കുറിച്ച് വാദോരാതെ ഭരണഘടനാ സംരക്ഷകരായി. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ അതുകൊണ്ട് ഭരണഘടനയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ആയിരുന്നുവെങ്കിൽ ഈ 10 വർഷം അതിന് കഴിയുമായിരുന്നു. അത് ഉദ്ദേശിക്കാത്ത ഒരു പാർട്ടിയെ കുറിച്ചാണ് അനാവശ്യമായ ചർച്ചയിലേക്ക് ആരോപണം ഉന്നയിക്കുന്നത്. ഭരണഘടന തകർക്കാൻ പോകുന്നു, ഭരണഘടന മാറ്റാൻ പോകുന്നു എന്ന്. ഇന്ത്യയിലെ ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ഇനി പ്രകാശൻ മാഷ് പറഞ്ഞു കർഷക സമരം. സർ, പഞ്ചാബിൽ ഞങ്ങൾക്ക് 3% വോട്ടാണ് ഉണ്ടായിരുന്നത്. ഈ കർഷക സമരം ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 18% വോട്ട് പഞ്ചാബിൽ കിട്ടി. തമിഴ്നാട്ടിൽ ഞങ്ങൾക്ക് 10% വോട്ട് കിട്ടി.
ഇന്ന് ഞങ്ങളെ എതിർക്കുന്ന DMKയും മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുടെ മുന്നണിയിൽ ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് ഈ വാജ്പേയി സർക്കാരിൽ മന്ത്രിയായിരുന്നവരാണ് DMKയുടെ ആളുകൾ. മമതാ ബാനർജി മന്ത്രിയായിരുന്നു. അപ്പൊ ഇവർക്കൊക്കെ NDA എന്ന സംവിധാനത്തിന്റെ ഭാഗമായിരുന്നവരാണ് ഒരു കാലത്ത്. അവർ പോയിട്ടുണ്ട്, ചന്ദ്രബാബു നായിഡു പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും NDA നിലനിൽക്കുന്നു. ദികേഷ് സൂചിപ്പിച്ചതുപോലെ ഇത് പുതിയ അവതാരമൊന്നും. ഈ NDA രൂപീകരിച്ച അന്ന് തൊട്ട് 90-കൾ തൊട്ട് NDA രൂപീകരിച്ചതിന് ശേഷം NDA 2019 അധികാരത്തിൽ വന്നതിന് ശേഷം, ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, 2019 അധികാരത്തിൽ വന്നതിന് ശേഷം 2023 ജൂൺ മധ്യത്തിലോ മറ്റോ ആണ് ഇന്ത്യ ബ്ലോക്ക് ആദ്യമായി യോഗം ചേരുന്നത്. അതിനുശേഷമാണ് ആദ്യമായിട്ട് NDA യോഗം ചേരുന്നത്. ഈ 2014 തൊട്ട് 2023 വരെ എത്രയോ വട്ടം NDA യോഗം ചേർന്ന 2019 ശേഷമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 2014 തൊട്ട് 2024 വരെയുള്ള കാലഘട്ടത്തിൽ എത്രയോ വട്ടം NDA യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. പാർലമെന്ററി പാർട്ടി യോഗങ്ങൾ NDAയുടെ കൂടാറുണ്ട്, NDA നേതാക്കന്മാരുടെ യോഗം കൂടാറുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ രൂപീകരിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അതിനെ തർക്കിക്കാനില്ല. ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോൾ ഇവിടെ ഭരണഘടനാ ഭേദഗതി ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് CKP നൗഷാദ് അലി. അഡ്വക്കേറ്റ് നാരായണപുരി, നമുക്ക് അധിക സമയമില്ല സാർ, അതുകൊണ്ടാണ് CKP നൗഷാദ് അലി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അകാലിദൾ ഉൾപ്പെടെയുള്ള പാർട്ടികൾ NDAയിൽ നിന്ന് വിട്ടുപോയതിനു ശേഷം NDAയുടെ യോഗം കൂടാറില്ലായിരിക്കും. പക്ഷേ പ്രകാശ് സിംഗ് ബാദൽ ചെയർമാനായിരുന്ന അകാലിദളുണ്ടെങ്കിലേ ചേരുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി? ശരി, നൗഷാദ് അലി പ്ലീസ്. ഏതാണ്? ഇല്ല, ഒന്നുമില്ല. നൗഷാദ് അലി, അകാലിദൾ 2019 വിട്ടുപോകുന്നു സാർ. NDA കുറിച്ചൊക്കെ ഇപ്പോൾ വാചാലനാകുന്നുണ്ടല്ലോ ശ്രീ നാരായണൻ നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടി NDAയുടെ സിൽവർ ജൂബിലി കടന്നുപോയിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. എവിടെയെങ്കിലും അവർ ആഘോഷിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ടോ നരേന്ദ്രമോദി? ഈ 25-ാം വാർഷികം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ സഖ്യത്തിൻ്റെയൊക്കെ ഒരു സിൽവർ ജൂബിലി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു നാഴികക്കല്ലാണ്. അപ്പോൾ ഇവർക്ക് NDAയോടുള്ള മനോഭാവത്ത് UDFന്റെ സിൽവർ ജൂബിലിയോ അല്ലെങ്കിൽ ഗോൾഡൻ ജൂബിലിയോ ഒക്കെ ആഘോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് ഞങ്ങളെ പിന്നെ നിത്യവും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ ആഴ്ചയും യോഗം കൂടാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ യോഗം കൂടാറുണ്ട്. ഞങ്ങൾ വിഷയങ്ങൾ അന്തിമമാക്കാറുണ്ട്. അതുപോലെയാണോ ഇവിടെ സിൽവർ ജൂബിലി എന്നത് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തൊരു നിർണായകമായ NDA സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു കാൽവെപ്പല്ലേ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ആലോചന ഒക്കെ ഉണ്ടായോ എന്നൊരു ചോദ്യം രാഷ്ട്രീയമായിട്ട് നമുക്ക് ചോദിക്കാം നികേഷ്. അതിൻ്റെയൊക്കെ സാങ്കേതികത്വം പറഞ്ഞിട്ട് പിന്നെ പോയാൽ മറ്റൊരു കാര്യം. പിന്നെ അദ്ദേഹം പറയുന്നത് ഇവിടെ 57-ലെ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടതിനെതിരെ ജനസംഘം പാർലമെന്റിൽ നിലപാടെടുത്തു എന്ന്. അപ്പോൾ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മന്നത്ത് പത്മനാഭനും R ശങ്കറും പിന്നെ ഇവിടുത്തെ സഭാപിതാക്കന്മാരും ഒക്കെ തെറ്റായിരുന്നു എന്ന് BJP പറയുകയാണ്. അവർക്ക് ഇന്ന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അവരത് കൂടുതൽ ഉറക്കെ പറയാൻ ധൈര്യം കാണിക്കണം എന്ന് പറയാൻ ഞാൻ എൻ്റെ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ അടിയന്തരാവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് അതൊക്കെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തില്ല. ഈ ഭരണഘടന എന്ന് പറയുമ്പോൾ ഈ ഭരണഘടന ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു പങ്കുമില്ലാത്തതിന് 4 അയലത്തില്ലാത്ത ഭരണഘടന ഇവിടെ അന്തിമമായപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് എഡിറ്റോറിയൽ എഴുതിയ ഓർഗനൈസറുകാരും മനുസ്മൃതി ഭരണഘടനയാക്കണമെന്ന് അന്ന് ആ കാലം മുതൽ വാദിച്ചു പോരുന്നവരൊക്കെ ഭരണഘടനയുടെ സ്നേഹികളാവുകയും അതെടുത്ത് മുത്തി തലേ വെച്ചിട്ടൊക്കെ പിന്നെ യോഗം തുടങ്ങിയ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ചരിത്രബോധമുള്ള ആളുകൾ പല കാര്യങ്ങളും പറയും. സൂചിപ്പിച്ചതുപോലെ കർഷക സമരമായിക്കൊള്ളട്ടെ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, ട്രേഡ് യൂണിയനുകൾ എല്ലാം നടത്തിയിട്ടുള്ള സമരത്തിന്റെ കൂടി ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ ഇന്നുള്ള 243 എന്ന് പറയുന്നത്. നോക്കൂ, ഇനിയുള്ള 5 വർഷക്കാലം അതും വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത്. എല്ലാം മറന്ന് പ്രതിപക്ഷത്തിന്, അതായത് CPM-ഉം കോൺഗ്രസും അടക്കമുള്ള എല്ലാ കക്ഷികളും ഒരുമിച്ച് എല്ലാം മറന്ന് നിൽക്കും എന്ന് കരുതുന്നുണ്ടോ ശ്രീ പ്രകാശ് മാസ്റ്റർ? വൈരുദ്ധ്യങ്ങൾ ഒരുപാടുണ്ട്, പലയിടങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്നു, മുഴച്ചു നിൽക്കുന്നു. ഇതിൽ ഇന്ത്യൻ ജനാധിപത്യം അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം നേരിട്ടിട്ടുള്ള ഏറ്റവും കടുത്ത വെല്ലുവിളിയാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലം നേരിട്ടത്. ആ വെല്ലുവിളികളുടെ മേലെയാണ് അടിസ്ഥാനപരമായിട്ട് ഇന്ത്യ സഖ്യം യോജിക്കുന്നത്. ഇവിടെ ഇപ്പോൾ
BJP ഭരണഘടനാ വ്യവസ്ഥകൾ മാറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ 10 വർഷക്കത്തിൽ 8 വർഷക്കാലവും സാധ്യമാകുമായിരുന്നില്ല. രാജ്യസഭയിലും ലോക്സഭയിലും ഭൂരിപക്ഷവും രാഷ്ട്രപതി തങ്ങളുടേതാവുകയൊക്കെ ചെയ്താലല്ലേ ഭരണഘടന മാറ്റാൻ വേണ്ടി കഴിയും. 10 വർഷത്തിൽ 8 വർഷം അങ്ങനെ ആയിരുന്നില്ല. നിരന്തരമായി ഭരണഘടനാ വ്യവസ്ഥകളുടെ ലംഘനമാണ് ഈ കാലം അത്രയും നടത്തിയത് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. പിന്നെ ഈ കർഷക സമരത്തിനൊരു പ്രാധാന്യമില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇപ്പോൾ UP, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, മഹാരാഷ്ട്ര ഈ സ്റ്റേറ്റിലാണല്ലോ വലിയ നിലക്ക് കാർഷിക മുന്നേറ്റം ഉണ്ടായത്. അവിടെ BJPക്ക് 38 സീറ്റുകൾ കാർഷിക മേഖലയിലാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അജയ് മിശ്ര അദ്ദേഹം നേരത്തെ 2.19 ലക്ഷം വോട്ട് ജയിച്ച ആളാണ്. ഇത്തവണ അദ്ദേഹം പരാജയപ്പെട്ടു. മഹാരാഷ്ട്രയിൽ ഉള്ളി ഉൽപ്പാദന മേഖലയിൽ 13-12 സീറ്റും BJPക്കില്ല. രാജസ്ഥാൻ നേരത്തെ 21 സീറ്റ് കിട്ടിയ സ്ഥലമാണല്ലോ, 11 സീറ്റ് BJP പോയി. ഹരിയാനയിൽ 10 സീറ്റ് കിട്ടിയ സ്ഥലമാണ്, 5 സീറ്റ് പോയി. അപ്പോൾ കർഷക സമരവും തൊഴിലാളികളുടെ സമരവും ഒക്കെ തന്നെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ BJPക്ക് എതിരാണ് ജനാഭിപ്രായം ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിൽ. പിന്നെ ഇത് കുറെ കൂടി ഗൗരവത്തോടെ കാണാൻ കോൺഗ്രസിനായില്ല എന്നുള്ള വിഷയമുണ്ട്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് 13 സ്റ്റേറ്റുകളിലും 5 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒറ്റക്ക് മത്സരിച്ചു. അവിടെ 173 സീറ്റുണ്ടായിരുന്നു. എത്ര ജയിച്ചെന്നുള്ള കോൺഗ്രസ് പരിശോധിക്കണം. 23 സീറ്റേ ജയിച്ചിരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ അഖിലേന്ത്യാ അന്തരീക്ഷത്തെ തികച്ചും ഗൗരവമായി കണ്ട് BJPക്കെതിരായിട്ടൊരു ഗവൺമെൻറ് ഉണ്ടാക്കണം എന്ന നിലക്ക് ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇവിടെ ഇന്ത്യ സഖ്യത്തിന് ഇതിനേക്കാൾ ഏറെ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമായിരുന്നു എന്നുള്ള വസ്തുതയാണ്. എന്നാലും ഇന്നത്തെ ഒരു അവസ്ഥയിൽ നല്ലതുപോലെ തന്നെ BJPയുടെ തെറ്റായ നയങ്ങൾ ചെറുക്കാനും അതിന് പ്രതിരോധിക്കാനും കഴിയുന്ന ഒന്നായിട്ട് തന്നെയാണ് ഈ പറയുന്ന ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യക്ക് മുന്നോട്ട് വരാൻ വേണ്ടി കഴിയുക. അതോടൊപ്പം തന്നെ ഒരു കാരണവശാലും പഴയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് BJPക്ക് പോകാനാവില്ല എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ശരി, വളരെ നന്ദി ശ്രീ M. പ്രകാശ് മാസ്റ്റർ. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, KP നൗഷാദ് അലി, ഫക്രുദ്ദീൻ അലി സഹകരിച്ചതിന്.